ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم. إذا كان هذا كافرا جاء دمه وتبت يداه في الجحيم مخلدا. أتى أنه في يوم الاثنين دائما يخفف عنه للسرور بأحمدا. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ വെള്ളിയാഴ്ച ദിവസം ഒരുമിച്ച് കൂടുവാനും വിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദീനിനെ കുറിച്ചും ദുനിയാവിനെ കുറിച്ചും സംസാരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവസരം നൽകി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ, പാളിച്ചകൾ, പിഴവുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മനസ്സിൻ്റെ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഏറ്റവും വലിയ പോരിശ എന്ന് പറയുന്നത് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ്. ഇല്ലെങ്കിൽ ഈ ഒരു മാസത്തിന് ഒരു ബറക്കത്തും ഉണ്ടാവുകയില്ല. ഈ ഒരു മാസം എത്രത്തോളം മഹത്വം ഉണ്ടാകാൻ കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ദിവസത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും ആ പ്രവാചകനെ പിൻപറ്റുവാനും ആ പ്രവാചകൻ ഏതൊരു റബ്ബിനെയാണോ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ റബ്ബിലേക്ക് മടങ്ങുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട, അവിടുന്ന് അനുകരിക്കേണ്ട,
അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. ഈ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട മാസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുഗ്രഹീതമാക്കപ്പെട്ട ദിവസമാണ്. എത്രത്തോളം സഹാബത്തുകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ച് സഹവസിച്ച് അവിടുന്നിൻ്റെ അതേ പാഠങ്ങൾ ജീവിതത്തിൽ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത എത്രയോ സഹാബാക്കള്, ആലിമീങ്ങൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ നമുക്കറിയാം. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർക്ക് എന്തു സ്വാധീനമാണ് ഉണ്ടായതെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ വേഷം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ നടത്തം കൊണ്ടും, എൻ്റെ ഇരുത്തം കൊണ്ടും, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും, എൻ്റെ ചിന്ത കൊണ്ടും എൻ്റെ കൂടെയുള്ള ആൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത് എന്ന് ഞാനും നിങ്ങളും വിലയിരുത്തേണ്ട സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ട, ആദരിക്കേണ്ട ഒരു മാസമായതിനാൽ പല മഹല്ലുകളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ പ്രകീർത്തനങ്ങളാൽ മദുഹുകളും മറ്റുമായി ഒരുപാട് വിശ്വാസി സമൂഹങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കുന്ന കേവലം ഒരു മാസത്തിന്റെ മാത്രമായി മാറുന്ന ഒരു രീതിയിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദിവസവും റബീഉൽ അവ്വലാണ്, എല്ലാ ദിവസവും എൻ്റെ റസൂലുണ്ട് എന്ന ഒരു ഉത്തമ ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. കാരണം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മാത്രം പ്രവാചകനെ പ്രകീർത്തിച്ചിട്ട് കാര്യമില്ല. കാരണം പ്രവാചക പ്രകീർത്തനങ്ങൾ നാവിലൂടെ വിതുമ്പുന്നതിന് മുമ്പായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നേട്ടമുണ്ടാകണം, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എൻ്റെ കൂടെയുള്ളവർക്ക് ഗുണമുണ്ടാകണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് പൈസ പിരിച്ച് അന്നദാനങ്ങളും മൗലിദുകളും നടത്തുന്നതിലും അർത്ഥമില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം പ്രവാചകൻ ഏതൊരു ഫർളായ കാര്യങ്ങളാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നിസ്കാരം പോലെയുള്ള, നോമ്പ് പോലെയുള്ള, സ്വതക്ക പോലെയുള്ള, സക്കാത്ത് പോലെയുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ, അതെല്ലാം അതിനാണ് ആദ്യം നമ്മളെല്ലാം മുൻഗണന കൊടുക്കേണ്ടത്. സുന്നത്തായ അമലുകളിലൂടെ ഫർളായ അമലുകൾ വന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിന്റെ പേരിലാണ് സുന്നത്തായ അമലുകൾ മാത്രം ചെയ്യുന്നതെങ്കിൽ നമസ്കാരത്തെ മാറ്റിവെച്ച് മൗലിദിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല. ഫർളായ നമസ്കാരത്തെ മാറ്റി നിർത്തിയിട്ട് മൗലിദിന്റെ അന്നപാനീയങ്ങൾ അത് ഭക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. നബിതങ്ങളുടെ ബറക്കത്ത് വേണമെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തം വേണമെങ്കിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃക, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്ന മാതൃക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച റബ്ബിനോട് ഹിദായത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഹിദായത്ത് എന്ന് പറയുന്നത് ഖുർആനിലൂടെ കിട്ടുന്നതല്ല, ഹിദായത്ത് എന്ന് പറയുന്നത് ഹദീസിലൂടെ കിട്ടുന്നതിലല്ല, അത് ചില വ്യക്തികളിലൂടെയാണ് കിട്ടുന്നത്. കാരണം വിശുദ്ധമായ ഖുർആൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു അനുഗ്രഹിച്ച ചിലരുണ്ട്, അവരിലൂടെയാണ് നിങ്ങൾക്ക് ഹിദായത്തിന്റെ പാത ലഭിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് അടിവരയിട്ട് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഏതെല്ലാം നന്മകളിലാണോ എന്റെയും എൻ്റെ പ്രവർത്തനത്തിനും ഗുണം ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ റോൾ മോഡലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അതേപടി റോൾ മോഡലാക്കുന്ന ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ സുഹബത്തോടുകൂടി യഥാർത്ഥ മുഅ്മിനായി, യഥാർത്ഥ മുഹിബ്ബായി ജീവിക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കണം. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ
അമ്പെയ്ത്ത് നടത്തുമ്പോൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു കോട്ട പോലെ അങ്ങ് നിന്ന് പ്രതിരോധിക്കുകയാണ്. മുത്തുനബിയെ, അങ്ങ് അവിടെ നിന്ന് മാറി നിൽക്കണം. അങ്ങ് ഈ യുദ്ധത്തിൽ നേതാവാണെങ്കിലും അങ്ങയുടെ ശരീരത്തിൽ ഒരു അമ്പ് തളയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന് സ്വന്തം ശരീരം കവചമാക്കി മാറ്റിയ ത്യാഗത്തിന്റെ പേരാണ് മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു. നമ്മൾ എന്ത് ത്യാഗമാണ് അള്ളാന്റെ റസൂലിന് വേണ്ടി ചെയ്യുന്നത്? നമ്മൾ ചെയ്യേണ്ട ത്യാഗം എന്ന് പറയുന്നത് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുക എന്നത് മാത്രമാണ്. അതാണ് നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട വലിയൊരു ത്യാഗം. കാരണം ഒരു 100-ൽ 80% പേരും മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാത്തവരാണ്. 80% ആളുകൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിക്കാത്തവരാണ്. നബിദിനത്തോടൊപ്പം നമ്മുടെ മുന്നിൽ കടന്നു വന്ന ഓണം എന്ന് പറയുന്ന ഒരാഘോഷം, അതിലേക്ക് നമ്മുടെ മക്കളെ ഏതൊരു താല്പര്യത്തോടു കൂടിയാണോ നമ്മുടെ മക്കൾ ആഘോഷിച്ചു കൊള്ളട്ടെ എന്ന് പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും അവരുടെ സ്കൂളുകളിൽ പറയുന്ന രീതിയിലുള്ള വസ്ത്രധാരങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ ആ ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടി പൊന്നു മാതാപിതാക്കൾ അണിനിരത്തി നമ്മുടെ മക്കളെ മുൻപന്തിയിൽ നിർത്തുമ്പോൾ ഓർക്കേണ്ടത് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നാളെ നരകത്തിൽ നിന്റെ കുടുംബക്കാരെ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി നീ സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആഘോഷിക്കണ്ട എന്നല്ല പറയുന്നത്. ഏതൊരു ആഘോഷങ്ങൾക്കും ഒരു പരിധിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിനെ വിട്ടോ, ഇസ്ലാമിൽ നിന്ന് മാറി നിന്നുകൊണ്ടോ ഇസ്ലാമിന്റെ ആദർശങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവർക്കും തടസ്സമാകുന്നത്. കാരണം ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓണം ആഘോഷിക്കണമെന്നല്ല പറയുന്നത്, ഓണം ആഘോഷിക്കണ്ട എന്നുമല്ല പറയുന്നത്. എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയാൽ എല്ലാവർക്കും അത് നല്ലതാണ്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലും മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു മക്കയിലും താമസിക്കുന്ന സമയം ചതിക്കപ്പെട്ട രീതിയിൽ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാബാലികളായ ശത്രുക്കൾ പിടികൂടി കഴുമരത്തിലേക്ക് നിർത്തി മരച്ചില്ലയിലേക്ക് തൂക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലേക്ക് അമ്പെയ്താൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു സുദിനത്തിൽ അബൂ സുഫിയാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലയോ ഖുബൈബേ, നിന്റെ ശരീരത്തിൽ അമ്പ് തറക്കുന്നതിനേക്കാൾ നിന്റെ സ്ഥാനത്ത് പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദും നീ നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷം നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ സുഫിയാൻ ചോദിക്കുമ്പോൾ, എന്റെ കുടുംബത്തിനോടൊപ്പം ഞാൻ താമസിക്കുന്നത് പോട്ടെ, അള്ളാന്റെ റസൂലിന്റെ കാൽപാദത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ കാൽപാദത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, അതിനേക്കാളും എനിക്ക് സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഈ കഴുമരത്തിൽ അമ്പുകൾ എന്റെ നെഞ്ചിൽ തറച്ചാലും ചിന്നിച്ചിതറിയ ശരീരത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ എനിക്ക് ഈമാനുള്ള ആർജവം നൽകിയ പ്രവാചകനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന്. ഇതാണ് ഹുബ്ബുർ റസൂലിന്റെ പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂ സുഫിയാൻ അവസാനമായിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിനെ മുന്നിലാക്കിക്കൊണ്ട് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് എന്റെ സലാം ഒന്ന് നീ അറിയിക്കണേ അല്ലാ എന്ന് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് പറയുമ്പോൾ, മഹാനായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ സഹാബത്തിനോടൊപ്പം ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ വഅലൈക്കുമുസ്സലാം എന്ന് പറയുമ്പോൾ സഹാബത്ത് മുഴുവൻ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, നബിയെ, എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ സലാം അടക്കിയത്?
എന്തുകൊണ്ടാണ് അങ്ങിപ്പോൾ സലാം അടക്കിയത്? അള്ളാന്റെ റസൂല് വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, അങ്ങ് മക്കയിൽ എൻ്റെ ഹുബൈബ് കഴുമരത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ശത്രുക്കൾ ഹുബൈബിനെ ചതിക്കപ്പെട്ട രീതിയിൽ കൊല്ലാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതുകൊണ്ട് അവസാനമായി അന്ത്യശ്വാസത്തിന്റെ സമയത്ത് പോലും മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്റെ ആ ഒരു സ്നേഹം മരണസമയത്ത് പോലും എൻ്റെ സലാം അറിയിക്കാൻ വേണ്ടി പടച്ച റബ്ബിലേക്ക് അറിയിച്ചപ്പോൾ അല്ലാഹ് എനിക്ക് വിവരം അറിയിച്ച് ആ സലാം ഞാൻ മടക്കുകയാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്വലാത്തെങ്കിലും പറയാൻ എന്നെയും നിങ്ങൾക്ക് കൊണ്ട് സാധിക്കുന്നുണ്ടോ? വെറുതെ ഇരിക്കുന്ന സമയം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോഴെങ്കിലും ഒരു സ്വലാത്ത് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? പിന്നെ എന്ത് ഹുബ്ബ് റസൂൽ, പിന്നെ എന്ത് മൗലൂദ്, പിന്നെ എന്ത് പ്രവാചക സ്നേഹി? പടച്ച റബ്ബിനെ തവക്കലാക്കിക്കൊണ്ട് മുത്തുനബിയുടെ ജീവിതം പിൻപറ്റാതെ ഒരാളും വിശ്വാസിയാവുകയില്ല പ്രിയപ്പെട്ടവരെ. കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞു, ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അവൻ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അവന്റെ ഭാര്യയെക്കാൾ, അവന്റെ കുടുംബക്കാരെക്കാൾ, അവന്റെ ഈ ദുനിയാവിൽ എന്ത് സുഖ സൗകര്യമുണ്ടെങ്കിലും അതിനേക്കാളേറെ എന്നെ സ്നേഹിക്കാതിരിക്കുവോളം ഒരു മനുഷ്യന്റെയും ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ ഈമാനെ കുറിച്ചും ഒന്ന് ചിന്തിക്കണം. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് നടന്നു വരാൻ പറ്റാത്ത ഈമാൻ ഖബർ മുതൽ പിന്നെ മഹ്ശറയിലേക്ക് എങ്ങനെ കൊണ്ടെത്തിക്കും പ്രിയപ്പെട്ടവരെ? ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അറിയാം. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച, അല്ലാഹു തൃപ്തിപ്പെട്ട, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട സഹാബാക്കളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ വിശുദ്ധമായ ഖുർആൻ ഒരാളുടെ പേരെടുത്തു പറഞ്ഞ് അവൻ നരകത്തിലാണെന്ന് എടുത്തു പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്തുണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബ് എന്ന മനുഷ്യൻ അവൻ നരകത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആൻ ഒരു സൂറത്ത് തന്നെ ഇറക്കപ്പെട്ടു. എന്നാൽ ഒരു ദിവസം നരകത്തിലെ ഒരൊറ്റ ദിവസം മാത്രം അബൂലഹബിനെ അവന്റെ ശിക്ഷയിൽ നിന്നും ലഘൂകരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. കാരണം എന്താ? അബൂലഹബ് അള്ളാന്റെ റസൂല് ഭൂജാതനായി എന്ന് അറിഞ്ഞപ്പോൾ അന്നൊന്നും പ്രവാചകനായിരുന്നില്ല, അന്നൊന്നും നുബുവത്ത് ലഭിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് ജനിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആ ഒരു സന്തോഷം കാരണത്താൽ തൻ്റെ അടിമയെ മോചിപ്പിച്ചു. ആ ഒരൊറ്റ കാരണത്താൽ തിങ്കളാഴ്ച ദിവസം മാത്രം നരകത്തിൽ നിന്നും ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അതിനെ ഇമാം സുയൂത്തി പദ്യരൂപത്തിൽ പറയുകയാണ്, ഇദാ കാന ഹാദാ കാഫി റൻസാദമുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. അബൂലഹബ് എന്ന് പറയുന്ന കാഫിറുണ്ടല്ലോ, അവൻ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സർവനാശവും സംഭവിക്കുന്ന മനുഷ്യനാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നരകത്തിലേക്ക് ശാശ്വതനായി വസിക്കേണ്ടവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ, എല്ലാ ഓരോ തിങ്കളാഴ്ച ദിവസങ്ങളിലും യുഖഫഫു അൻഹു ലിസുറൂരി ബിഅഹ്മദാ, അള്ളാന്റെ റസൂലിന്റെ ജനനം കാരണമായി ആ സന്തോഷത്തില്, അള്ളാന്റെ റസൂലിന്റെ സന്തോഷം കാരണമായി ഒരടിമയെ മോചിപ്പിച്ച ഒരൊറ്റ കാരണം കൊണ്ട് നരകത്തിൽ തിങ്കളാഴ്ച ദിവസം അബൂലഹബിന്റെ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, സക്കാത്ത് നൽകുന്ന,
രഹസ്യമായും പരസ്യമായും സ്വതക്ക ചെയ്യുന്ന, പള്ളിക്ക് വേണ്ടിയാണെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും എന്ത് കാര്യം കണ്ടറിഞ്ഞ് ചെയ്യുന്ന, ചോദിച്ച് സഹായങ്ങൾ ചെയ്യുന്ന എൻ്റെ മുഅ്മിനീങ്ങളെ, നമുക്കുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അത് അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. കാഫിറായ അബൂലഹബിന് പോലും അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ നരകത്തിൽ നിന്നുള്ള ശിക്ഷ മോചിപ്പിക്കുമെങ്കിൽ, നരകത്തിലെ ശിക്ഷ അല്ലാഹു ലഘൂകരിക്കുമെങ്കിൽ, നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താ? അല്ലാഹുമ്മ അജിരിനി മിനന്നാർ. മാത്രമല്ല നമ്മളെല്ലാവരും അത്തഹിയ്യാത്തിൽ പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ മിൻ ഫിത്നതിഹി അദാബിന്നാർ. അല്ലാഹുവേ, ഖബറിന്റെ അദാബിൽ നിന്നും നരകത്തിന്റെ അദാബിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ എത്ര തവണയാണ് ചൊല്ലേണ്ടത്? പ്രിയപ്പെട്ടവരെ, സ്വർഗം ചോദിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ്, ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾ ചോദിച്ചു വാങ്ങണേ. പക്ഷേ ഒരു ദിവസത്തിൽ സ്വർഗത്തിനെ കുറിച്ച് ചോദിക്കണമെന്ന് എത്ര തവണ പറഞ്ഞില്ലേലും അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നരകത്തിനെ കുറിച്ച് റബ്ബിനോട് കാവൽ തേടണമെന്ന് എത്രയോ തവണയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു ദിക്ർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദായിമാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്നവരെല്ലാം ചെറുതെ മദ്രസയിൽ പഠിച്ചവരാണ്. ഈ ഇരിക്കുന്ന പ്രായമായ ഉപ്പമാര്, സഹോദരങ്ങൾ എല്ലാവരും ചെറുപ്രായത്തിൽ തന്നെ മദ്രസയിൽ പഠിച്ചവരാണ്. ആ മദ്രസയിൽ തന്നെ കിതാബുകൾ കൊടുത്തിട്ടുണ്ട്. മഗ്രിബിന് ശേഷവും സുബൈക്ക് ശേഷവും 7 തവണ വീതം അള്ളാഹുവിനോട് നരകത്തിനെ കുറിച്ച് കാവൽ തേടണമെന്നും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 2 പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് മാത്രം ചൊല്ലേണ്ടതല്ല, 2 പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മാത്രം ചൊല്ലാനല്ല അള്ളാന്റെ റസൂല് ഈ ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനേന പറഞ്ഞുകൊണ്ടിരിക്കണം. ദിക്റുകളിലൂടെ, സ്വലാത്തുകളിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാൻ, ഈമാനുള്ള മനുഷ്യനായി മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യാൻ വസല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളിലൂടെ ഈമാൻ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന യഥാർത്ഥ ആശിഖീങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ. അല്ലാഹു, സൽമ ബീവി എന്ന് പറയുന്ന പ്രിയപ്പെട്ട മാതാവിൻ്റെ അസുഖങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കാലിനെന്തോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് അറിയിച്ചു റഹ്മാനെ. എല്ലാം കഴിവുള്ള റബ്ബേ, ആ മാതാവിൻ്റെ രോഗം നീ ശിഫയാക്കണേ റഹ്മാനെ. ഭയപ്പാടുകളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. പൂർണ്ണ ആഫിയത്തോടുകൂടി ആ മക്കൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നീ ഒരുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹു, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. എല്ലാവരുടെയും ദുഃഖങ്ങൾ നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹു, അഫീഹ എന്ന് പറയുന്ന കൊച്ചുമകൾ, ആ മകളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, മരുന്നിലൂടെ, അല്ലാഹുവെ, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ അനുഗ്രഹം കൊണ്ട്, അല്ലാഹുവെ, നീ എല്ലാവിധ രീതിയിലുള്ള രോഗങ്ങളെ തൊട്ട് നീ ശിഫയാക്കണേ റഹ്മാനെ. കാമിലായ ആജിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, സഹോദരങ്ങൾ, കൊച്ചുമക്കൾ, പ്രായമുള്ളവർ, അല്ലാഹു, എല്ലാവർക്കും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും കുടുംബത്തിൽ നീ ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്.
നരകത്തിൽ തൊട്ട് ഞങ്ങളെല്ലാവരും നീ സലാമത്തിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹുവേ, സിറാത്ത് എളുപ്പമാക്കി വലങ്കയിൽ കിതാബ് നൽകി ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങളെല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.